നൌഷാദ് വീണ്ടും ചേരുന്നുണ്ട്. നൌഷാദ്, നിയമപരമായി കൂടി ഇതിൽ നീങ്ങാൻ സാധിക്കില്ലേ? അത്തരത്തിലുള്ള വഴികൾ തേടുന്നുണ്ടോ? നിയമപരമായിട്ട് ഞാൻ പോയതാണ്. നിയമപരമായിട്ട് ഞാൻ ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് സൂപ്രണ്ടിനും ഞാൻ ഇതിന്റെ മുന്നേ പരാതി കൊടുത്തിരുന്നു. അതിൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് കൊടുത്ത പരാതിയിൽ ബത്തേരി ഡിവൈഎസ്പി അന്വേഷണം നടത്തി എനിക്കൊരു 6 മാസത്തിന്റെ ഉള്ളിൽ പലിശ സഹിതം എല്ലാ പൈസയും തിരിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് പറഞ്ഞിട്ട് ഇപ്പൊ 1 വർഷമായി യാതൊരു നടപടിയുമില്ല. അതേപോലെ ജില്ലാ കളക്ടർക്ക് കൊടുത്ത പരാതിയിൽ ആഭ്യന്തര വകുപ്പിന് ജില്ലാ കളക്ടർ ബഡ്സ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കണമെന്ന് അപേക്ഷ കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് ഹോം സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് ബ്രഹ്മഗിരിയോട് ഇതിനെ സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിശദീകരണം ചോദിച്ചപ്പോൾ ബ്രഹ്മഗിരിയുടെ ഓഫീസിൽ നിന്ന് എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അടിയന്തരമായിട്ട് നിങ്ങൾ കൊടുത്ത പരാതി പിൻവലിക്കണം. പിൻവലിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ തരാൻ സാധിക്കില്ല, 1 രൂപ പോലും തരാൻ സാധിക്കില്ല. കളക്ടറേറ്റിലെത്തിയിട്ട് അതെ ഡോക്ടർ സുനിൽകുമാർ അവിടുത്തെ CEO ആണ് ഈ ഇത് പറഞ്ഞത്. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലും ഈ കാര്യങ്ങൾ ഫയൽ നമ്പർ അടക്കം വെച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവര് ഇങ്ങനെ പറഞ്ഞത് കാരണം ഞാൻ കളക്ടറേറ്റിൽ എത്തിയിട്ട് ആ ദിവസം തന്നെ പരാതി പിൻവലിച്ചും ചെയ്തു. പിന്നീട് പൈസ തരാതായപ്പോൾ ഞാൻ വിവരാവകാശ നിയമപ്രകാരം കളക്ടറേറ്റിൽ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അതിന്റെ മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് 10ഓളം പരാതികൾ കളക്ടർ ഹോം സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് വിട്ടിട്ടുണ്ട്. അതിൽ എന്റെ പരാതി മാത്രമാണ് പിൻവലിച്ചിട്ടുള്ളത്. ശരി, നന്ദി നൌഷാദ്. എന്തായാലും കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുണ്ട്. നിരവധി ആവശ്യങ്ങളുണ്ട്. താങ്കളും ഇത് തുറന്നു പറയുന്നു. ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ പറ്റിക്കപ്പെട്ടു എന്നൊക്കെയുള്ളതിന്റെ വലിയ ക്രമക്കേടുകളും കണ്ടെത്തുന്ന ഒരു സാഹചര്യം. ആളുകൾക്ക് പണം തിരികെ കൊടുക്കുക എന്നുള്ളത് CPM-ന്റെ ഉത്തരവാദിത്വമാണ്. ഏത് തരത്തിലായിരിക്കും CPM പ്രതികരിക്കുന്നത് എന്നും നമുക്ക് നോക്കാം. നന്ദി ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് നൌഷാദ്.